നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ. കാരണം ഇത് നമ്മുടെ ലാസ്റ്റ് വീഡിയോ ആണ്. രാവിലെ തന്നെ ഞാൻ പണികളൊക്കെ ഒരുവിധം തീർത്ത് വെക്കുകയാണ്. ഇസക്കുട്ടിക്ക് ഞാൻ നമ്മുടെ പരിപ്പും ചീരത്തണ്ടില്ലേ അത് വെച്ചിട്ടൊരു കറി ഉണ്ടാക്കുകയാണ്. ഉണ്ടാക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കിയാൽ ആൾ കഴിച്ചോളും. പിന്നെ രാവിലെ തന്നെ മടി കാരണം ഞാൻ പുട്ട് തേങ്ങയില്ലാണ്ട് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഒരുവിധം പരിപാടിയൊക്കെ കഴിഞ്ഞതേ കുട്ടീനെ കുളിപ്പിച്ചിട്ട് നമ്മൾ രാവിലെ ഫുഡ് കൊടുക്കുകയാണ്. ഈ ഒരു ഗ്ലാസ് കഴിഞ്ഞ ദിവസം നമ്മൾ മാർക്കറ്റിൽ പോയപ്പോൾ ആൾ വാങ്ങിയതാട്ടോ, ഒരു കുഞ്ഞി ഗ്ലാസ്. ഇപ്പോഴല്ലേ രാവിലത്തെ ഭക്ഷണം കൊടുത്തത്, ഉച്ചയ്ക്കത്തെ തായോന്ന് ചോദിക്കരുത് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് എന്തൊക്കെയോ പണികൾ വന്ന് ഞാൻ വേറെ ഏതോ വഴിക്കായിപ്പോയി. അപ്പോൾ ഉച്ചയ്ക്ക് നമ്മളത് ആ ഒരു കറി, പിന്നെ വെണ്ടയ്ക്കയുടെ ഉപ്പേരി, വെണ്ണ, പിന്നെ എയർ ഫ്രൈ ചെയ്തൊരു ചിക്കനുമാണ് കൊടുക്കുന്നത്. പിന്നെ ആളെന്നെ സഹായിക്കാൻ വരികയാണ് കേട്ടോ. ഞാൻ നമ്മുടെ ലാസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞത് ഇക്കൊല്ലത്തെ ലാസ്റ്റ് വീഡിയോ ആണ് നമ്മുടെ. ഇനി നമുക്ക് അടുത്ത വർഷം വീഡിയോ ചെയ്യാം, അതായത് നാളെ. പിന്നെ ദേശക്കുട്ടി എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഈ ഒരു 2025 എന്ന് പറഞ്ഞാൽ ഒരുപാട് നല്ല കാര്യങ്ങളും ചീത്തക്കാര്യങ്ങളും ഒക്കെ ലൈഫിൽ നടന്നിട്ടുണ്ട്. അതിൽ തന്നെ നമുക്ക് ഫസ്റ്റ് തന്നെ സൗദിയിൽ പോകാൻ പറ്റി. പിന്നെ ഞാനും അമ്പാടേട്ടനും മാരേജ് കഴിഞ്ഞ പാടിങ്ങനെ ഒരുപാട് മാസങ്ങൾ നമ്മൾ അടുത്ത് നിന്നില്ല. പെട്ടെന്ന് പോകേണ്ടി വരും, ലീവ് കഴിയും. ഇപ്പം നമ്മൾ കുറേ ആയിട്ടോ ഒരുമിച്ച്. പിന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ബിഗ് ബോസ് പോകാൻ പറ്റി, ലാലേട്ടനോട് സംസാരിക്കാൻ പറ്റി, അടുത്ത് നിൽക്കാൻ പറ്റി. അതൊക്കെ വലിയൊരു സ്വപ്നം പോലെയുള്ളൊരു കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ ഞാനും ഇസക്കുട്ടിയും വൈകുന്നേരം നടക്കാനിറങ്ങിയതാണ്. നിങ്ങളുടെ ലൈഫിൽ 2025 ഏറ്റവും സന്തോഷമുള്ളത് ഏറ്റവും സങ്കടമുള്ളതുമായിട്ടുള്ള സംഭവം എന്താണെന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റുന്നതാണെങ്കിൽ കമൻറ്റ് ചെയ്തോട്ടോ. അങ്ങനെ നമ്മൾ വയലിലൂടെയൊക്കെ ഒന്ന് നടക്കാനിറങ്ങിയതേ. വരുന്ന വഴിക്ക് അമ്പാടിയിട്ട് നമുക്ക് ഐസൊക്കെ വാങ്ങി തന്നത് നമ്മുടെ കൂട്ടിയിട്ടുണ്ട്. പിന്നെ രാത്രി നമ്മൾ ഉത്സവത്തിന് പോയതാണ് കേട്ടോ അമ്മേൻ്റെ നാട്ടിൽ. ഈ ഉത്സവങ്ങൾ കാണാനായിട്ടൊരു പ്രത്യേക രസമാണിത്. നമ്മൾ ഉത്സവത്തിനൊക്കെ പോയി. അപ്പോൾ ഇക്കൊല്ലം എല്ലാവർക്കും ബൈ ബൈ.